ഇൻഫിനിറ്റി ഫാമിലി എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മൂന്നാമത്തെ ഫോർട്ട്നൈറ്റ് മെസ്സേജിലേക്ക് സ്വാഗതം. ഇതൊരു അസോസിയേഷൻ ആണ്. ഇതൊരു ഡയറക്റ്റ് 101 ആണ്. എല്ലാവരോടും എൻ്റെ കൂടെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ഈ ആഴ്ച നിങ്ങളോട് സംസാരിക്കാനുള്ളത് കുറെ ആളുകൾ മിസ് ഔട്ട് ചെയ്യുന്ന കാര്യം. പുതിയ പുതിയ ആളുകൾ ഈ തുടക്കത്തിൽ തന്നെ ഇത് കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇത് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൊത്തം ജേണിയിൽ നിങ്ങൾക്ക് അത് എക്സൈറ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എക്സൈറ്റ്മെന്റ് എനർജി മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനും പറ്റും. നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ ഡ്രീംസ് കാര്യങ്ങൾ നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളടുത്ത് ഈ ബിസിനസ് ഷെയർ ചെയ്തു, കുറെ ഡ്രീംസ് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും. നമ്മൾ വെൽക്കം അറ്റൻഡ് ചെയ്തു. വെൽക്കത്തിൽ നമ്മൾ ഡ്രീം ലിസ്റ്റ് ഉണ്ടാക്കി, നമ്മൾ കുറെ ലോങ് ടേം അജണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇനീഷ്യലി നമ്മൾ നല്ല എക്സൈറ്റഡ് ആയി. ഈ ബിസിനസ് ജേർണിയിൽ കുറെ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ദിവസം സ്ട്രെച്ച് ചെയ്യേണ്ടത്, ലേറ്റ് നൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ജോബ് കഴിഞ്ഞിട്ടും വർക്ക് ചെയ്യണം, നമ്മളെ കിഡ്സ് ഫാമിലിനെ മാനേജ് ചെയ്യണം, കുറെ കാര്യങ്ങൾ, കുറെ സ്ട്രെച്ച് വരുന്നുണ്ട്. നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് എത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് ടൈം കൊടുക്കാൻ പറ്റാതെ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ പതുക്കെ നമ്മൾ റുട്ടീനായി മാറും, നമ്മൾ ജോബ് പോലായി മാറുന്നത്. ഇതിവിടെ എന്താ മിസ്സാവുന്നതാണ്. നമ്മളെല്ലാവരും ലോങ് ടേം ഡ്രീംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ സ്പെസിഫിക് ഷോർട്ട് ടേം ഡ്രീം എഴുതിയിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മളെ ചേഞ്ച് ആക്കുന്നത്. ഉദാഹരണത്തിന് പല ആൾക്കാരും കുറച്ച് പൈസ ഉണ്ടാക്കും ആദ്യത്തെ 2 വീക്കില്, ഒരിക്കലും അത് വിർച്വൽ ഓഫീസിൽ നിന്ന് വിഡ്രോ ചെയ്യാതെ അത് പിന്നീട് എന്താ ചെയ്യാൻ നമ്മൾ നോർമലായിട്ട് നമ്മൾ ഡേ ടു ഡേ എക്സ്പെൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാലറി കൊണ്ട് എന്താണോ ചെയ്യണത് അതിന് ഒരു ഗഡ് ഉണ്ട്, ആ സാലറി ഒക്കെ അതിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഈ കിട്ടുന്ന ഇൻകം അതിൽ കൊണ്ടുപോയിടുന്നു. അതൊരിക്കലും നിങ്ങൾ ഒരു പുതിയ ഫീൽ, ഒരു വ്യത്യസ്ത ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കില്ല. ഫാമിലി എന്താ ചിന്തിക്കണം, നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. എന്തുമാണ് കുറച്ച് പൈസ ആണെന്നുണ്ടെങ്കിലും വരുന്നുണ്ട്, മില്യൺസ് ആണെന്നുണ്ടെങ്കിലും അത് നമ്മളെ ലൈഫിൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ടായി. നമ്മൾക്കൊരു നല്ലൊരു ഫീല്, നല്ലൊരു ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തില് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോ ഒരു ചെക്ക് 2 ചെക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ചെക്ക് എനിക്ക് ജോബിലായ സമയത്ത് ഒരിക്കലും ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ, മറ്റുള്ള എക്സ്പെൻസ് എന്തായാലും ജോബിൽ നിന്ന് പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഈ കിട്ടുന്നത് ജോബിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ കിട്ടുന്ന ഉദാഹരണത്തിന് ഒരു ഫാമിലി നൈറ്റ്, ഒരു 5 സ്റ്റാർ ഡിന്നറിന് പോവാം. മുമ്പാണെങ്കിൽ അത് 20 പ്രാവശ്യം ഞാൻ ചിന്തിക്കണം. എന്തായാലും നമ്മൾ പോകുന്നു. ഇത് വരുന്നുണ്ട്, ചെറിയ കുറച്ച് ചെക്കുകൾ വരുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കുകയാണ്. 1-2 പ്രാവശ്യം വീക്ക് നമുക്ക് ആ കിക്ക് കിട്ടും. ആ എക്സ്പീരിയൻസ്, ആ കിക്കോട്, ആ എക്സൈറ്റ്മെന്റ് കൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീണ്ടും നമ്മൾക്ക് ഏൺ ചെയ്യാനും, അത് പിന്നെന്താവാം, ചിലപ്പോ ഒരു ഫോൺ ആവാം. പതുക്കെ നമ്മൾ കൂടുതൽ ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു ഹൗസ്, ഓരോ പ്രാവശ്യം വീട്ടിലേക്ക് കയറുമ്പോൾ, ഒരു ബെറ്റർ ഹൗസിലേക്ക് കയറുമ്പോൾ നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് താമസിക്കണം. അതൊരു ചെറിയ വീടായിരിക്കും. ഞാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ വീട് ഞാൻ റെന്റിന് കൊടുത്തു, എന്റെ സ്വന്തം വീട് ഞാൻ റെന്റിന് കൊടുത്തു. ഞാൻ പുതിയ വീട്ടിലേക്ക് മാറി, ഒരു ബെറ്റർ വീട്ടിലേക്ക് മാറി, കൂടുതൽ റെന്റ് കൊടുത്തിട്ട് മാറി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ആ സമയത്ത് അത് വാങ്ങാൻ പറ്റണില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന കാശ് അതൊരു റെന്റായിട്ട് കൊടുക്കാൻ പറ്റും. ഓരോ സമയത്തും ഞാൻ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് എനിക്കൊരു നല്ല ഫീൽ ഉണ്ട്. ഇത് ഇവിടുന്ന് ഈ ബിസിനസ് കൊണ്ട് മാത്രമാണ് പോസിബിൾ എന്ന് മനസ്സിലാൻ പറ്റി. കാര്യങ്ങള് നമുക്ക് കുറെ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെക്ക്, 2 ചെക്ക്, 3 ചെക്ക്, 4 ചെക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. ദയവ് ചെയ്തിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ ഫാമിലി കൊടുക്കുക, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൊടുക്കുക. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓരോ സമയത്തും ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് എന്റെ ലൈഫിൽ ബിസിനസ് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. പതുക്കെ കാർ മാറ്റുന്നുണ്ട്. കാർ മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് മില്യൺസിന്റെ ആവശ്യമില്ല.
അത് ഉറപ്പുവരുത്താൻ നിങ്ങളെ EMI നിങ്ങളെ ചെക്ക് സൈസും സെയിം ആണെന്ന് ഉറപ്പുവരുത്താം. ഓരോ സമയത്തും ആ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും ഈ ഓൺലി പോസിബിൾ, ഇത് ഈ ബിസിനസ് കൊണ്ട് മാത്രം പോസിബിൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ബിലീഫ്, ആ ബിലീഫ് നിങ്ങൾക്ക് കൂടുതൽ പുഷ്, വലിയ വലിയ ഗോളിലേക്ക് പോവാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഷോർട്ട് ടൈം സ്പെസിഫിക് ആയിട്ട് നിശ്ചിതമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഗോൾ വേണം, തുടക്കത്തിൽ വേണം. ഈ വീക്കിലെ ഇൻകം ഞാൻ എന്ത് ചെയ്യണം, എന്താണ് ചെയ്യാൻ പോകണം, എവിടെ പോയി സ്പെൻഡ് ചെയ്യും, അത് ഫാമിലിക്ക് അനൗൺസ് ചെയ്യാം, ഫാമിലിയോട് അനൗൺസ് ചെയ്യാം, നിങ്ങളോട് അനൗൺസ് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം. ഈ വീക്ക് $500 ഉണ്ടാക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടുതലില്ല. ഈ $500 ഞാൻ ഇന്ന കാര്യമാണ് ചെയ്യണം, ഞാൻ ഇതാണ് ചെയ്യുന്നത്, അതൊരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ആണ്. അല്ലെങ്കിൽ എന്താ മറ്റൊരു സിനാരിയോയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ $500 നിങ്ങളൊന്നും ചെയ്യുന്നില്ല, അതായിട്ട് ആ ഒരു നേരത്തെ പറഞ്ഞ ഗഡ്ഡയിലേക്ക് കൊണ്ടുപോയിട്ടാണ്, ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളെ വാച്ച് ചെയ്യുന്ന ആളുകൾ, പല ആളുകള് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളോട് നോ പറഞ്ഞ ആളുകള്, അവർ നിങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ കിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതുമാത്രല്ല അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരും അവർക്കൊന്നും നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസും കാണാനും പറ്റുന്നില്ല. ഇതൊരു മില്യൺസിനെ കുറിച്ചല്ല. ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മില്യൺസ് ഏൺ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നില്ല. വലിയ ലോങ് ടേം ഡ്രീംസ്, വലിയ ഡ്രീംസുകൾ ഞാൻ ആകെ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോർട്ട് ടേം എനിക്ക് എന്താണ് എനിക്ക് കൂടുതലായിട്ട് വേണ്ടത്, അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇതെനിക്ക് എന്താണ് വേണ്ടത്, അതിന് എത്ര എമൗണ്ട് വേണം, അതിന് റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും, അത് എൻജോയ് ചെയ്യും. ഓരോ ടൈമിലും ഷോർട്ട് ടേം ഗോളുകൾ അച്ചീവ് ചെയ്യുമ്പോൾ അതൊരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ആയിട്ട് അത് അച്ചീവ് ചെയ്യുമ്പോൾ ആ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് എനിക്ക് കുറെ നല്ല എനർജി കിട്ടുന്നുണ്ട്. അത് എന്റെ ലൈഫിൽ ഡിഫറൻസ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കേണ്ടത്. അത് നിങ്ങൾ ചെയ്യുക, നിങ്ങളെ ഡൗൺലൈൻസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഷോർട്ട് ടൈം ഗോളുകൾ ഉണ്ടോ, അത് ക്രേസി ആയിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ? ഒരു 12 ആഴ്ചന്റെ ഒരു മാഡ്നസ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ എന്റെ ബിസിനസിന്റെ ടൈമിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു 30 ആളുകൾ ഒന്നിച്ചിരുന്നിട്ട് തീരുമാനിക്കും അടുത്ത 12 വീക്ക് നമ്മൾ 12 കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ജോബ് ഇംഗത്ത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യും. 12 വീക്ക് തന്നെ ചെയ്യും. ഒരു $500 ആണ്, $1000. 12 ആഴ്ചയും ഓരോ ആഴ്ചയിലും അത് പെട്ടെന്ന് അത് കമ്മീഷൻ കിട്ടിയോടെ സ്പെൻഡ് ചെയ്യാം. അത് ഭയങ്കര രസമാണ്, ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ബസ്സാണ് ഉണ്ടാക്കി തന്നെ. ഞാനിത് ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു 5 സ്റ്റാർ പോയി, ഫാമിലിയിൽ പോയി, ഫാമിലിക്ക് ഗിഫ്റ്റ് കൊടുത്തു, വാർഡ്രോബ് മാറ്റി, ഐപാഡ് വാങ്ങി, അത് വാങ്ങി, മാക്ബുക്ക് വാങ്ങി, കാര്യങ്ങളൊന്നും അത് ഭയങ്കര ബസ്സാണ് ഉണ്ടാക്കുന്നത് ഫാമിലിയിൽ. ആ ടീമിൽ അത്രയും കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. എന്റെ ലൈഫിലാണെന്നുണ്ടെങ്കിലും അതാണ് തീർച്ചയായിട്ടും വേണ്ടത്. മില്യൺസ് വരും, മില്യൺസ് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ആ ഒരു കിട്ടുന്ന ചെക്കുകള് അത് പോസ്റ്റ്പോൺ ചെയ്യാതെ സമയത്ത് നമ്മൾ പ്രോകാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ചെക്ക് കിട്ടിയ ഉടനെ ഇതൊരു വലിയ കാര്യങ്ങളല്ല. ഇത് 1-2 ആഴ്ച നിങ്ങൾക്ക് വലിയ ഹാപ്പിനെസ് തരും. ആ ഒരു എനർജി എക്സൈറ്റ്മെന്റും നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടായിക്കൂടാ? നിങ്ങൾ എന്താണ് നിങ്ങളെ കമ്മീഷൻ കൊണ്ട് ചെക്ക് ചെയ്യുന്നത്, അത് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതോ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ സ്ഥിര എക്സ്പെൻസുകൾക്കാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങളെ ഫാമിലിക്കും സ്പൗസിനും വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ലൈഫിൽ ഒരു ചേഞ്ചും കാണുന്നില്ല. അത് ലൈഫ് സെയിം ആണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കരുത്. ഒരുമിച്ചിരിക്കുക, ഫാമിലിന്റെ സ്പൗസിന്റെ കൂടെ ഒരുമിച്ചിരിക്കുക. എന്നിട്ട് ഒരു 12 വീക്കിന്റെ അജണ്ട ഉണ്ടാക്കുക. എന്താണ് അടുത്ത 12 വീക്ക് എന്താണ് ചെയ്യാൻ പോണത്? ആഴ്ചയിലേക്ക് അത് ഇങ്ങനെ ഒരു കൂട്ടരുത്. ഓരോ വീക്കിലും കിട്ടുന്ന അപ്പൊ സ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിലീഫ് കിട്ടും. നിങ്ങൾ ലൈഫിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കും.
നിങ്ങൾ അനുവദിക്കും. വലിയ വലിയ ഗോളിലേക്ക്, വലിയ പൈസയിലേക്ക് എത്തിക്കും, വലിയ വലിയ ചെക്കുകളിലേക്ക് നിങ്ങൾ എത്തിക്കും. ഇതാണ് ഒരു ചെറിയ എന്റെ മെസ്സേജ്. വളരെ വളരെ ചെറിയ ഡിഫറൻസ് വലിയ വലിയ ഡിഫറൻസിലേക്ക് എത്തിക്കും നിങ്ങളെ ആക്ഷനില്, നിങ്ങളെ എനർജിയിലെല്ലാം. സോ അതുകൊണ്ട് ഓരോ വീക്ക് തുടങ്ങുമ്പോഴും നിങ്ങൾക്ക് അറിയണം ഈ വീക്കിൽ എന്താണ് ഞാൻ അച്ചീവ് ചെയ്യാൻ പോണെന്നുള്ളത്, എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോണെന്നുള്ളത്. ആ ഒരു ഇൻകം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്കും നിങ്ങളെ ഫാമിലിക്കും കൊടുക്കാം, നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കാം, ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും, നിങ്ങളെ യുവർ സെൽഫ് എല്ലാവർക്കും കൊടുക്കാം. ഓരോ വീക്കുകളായിട്ടും ഒരു വീക്കിൽ അടുത്ത വീക്കിലേക്ക് 200 വീക്ക് അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ തുടക്കത്തിലെ വീക്ക് ചിലപ്പോൾ $500 ആയിരിക്കും. 100 വീക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ വീക്കിലി ഇൻകം ഒരു ഡയമണ്ടിന്റെ ഇൻകത്തിലേക്കുള്ള ഗഡ്സും എനർജി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ചെക്ക് സൈസ് മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും ഗൈസ്. ഷോർട്ട് ടേം ഗോൾസും അത് അച്ചീവ് ചെയ്യാം. ആ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും എക്സൈറ്റ്മെന്റ് തരും. അത് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ ടീമിനോട് പറയാ, അവരോട് കാര്യങ്ങൾ പറയാ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടും ഷെയർ ചെയ്യാം. അതിന്റെ പിക്ചർ എടുക്കുക, ഫോട്ടോ എടുക്കുക, നിങ്ങൾ ലൈഫിൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് എന്റെ ഷോർട്ട് മെസ്സേജ്, ഫോർട്ട്നൈറ്റ് മെസ്സേജ് നമ്പർ 3. എല്ലാവരോടും നന്ദി. എല്ലാവരും വീണ്ടും കാണാം. ലവ് യു. താങ്ക് യു.